എൻ്റെ പേര് വസന്തകുമാർ. ഞാനൊരു ആർമി റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ കൃഷി വകുപ്പിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീട് ഏകദേശം 2004-2005 പണി തീർത്താണ്. ഒരു 20 വർഷത്തെ പഴക്കമുള്ളതാണ്. ആ വീടിൻ്റെ ഒരു റിനോവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പൂക്കോടമ്പാടത്തുള്ള കൺസ്ട്രോബ ഭവൻ പ്രൈവറ്റ് ലിമിറ്റുമായി ബന്ധപ്പെടുകയും അവരുടെ പ്ലാനും സ്കെച്ചും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന രീതിയിൽ, അതായത് നമ്മുടെ സാമ്പത്തിക ഇതിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു വീട് വേണം എന്ന് പറഞ്ഞതനുസരിച്ച് അവർ പ്ലാൻ വരച്ചു തന്നു നമുക്ക്. അത് ഇപ്പോൾ ഉള്ള വീടിനെ മാറ്റിയിട്ട്, അതായത് വന്നപ്പോൾ വീട് കയറി വന്നു കഴിഞ്ഞപ്പോൾ ആ വീട് ഒരു പുതിയ വീടിൻ്റെ മോഡലിലേക്ക് മാറുകയാണ് ചെയ്തത്. കാരണം അവരുടെ അത്രയും വർക്കിൻ്റെ ഒരു ക്വാളിറ്റിയും വെച്ചാണ് അവർ ചെയ്തു തന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ പ്ലാനിൽ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് തന്നെയാണ്, അതേപോലെ തന്നെയാണ് ഉപയോഗിച്ചത്. പിന്നെ അവരുടെ വർക്കേഴ്സിനാണ് എടുത്തു പറയേണ്ടത്. അവരുടെ അടുത്തുള്ള വർക്കേഴ്സ് എല്ലാം നല്ല ക്വാളിഫൈഡ് ആണ്. കാരണം അത്രയും കഠിനാധ്വാനം ചെയ്യുന്ന ആളുകളാണ് നമുക്കതിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതായത് നല്ല പൊരി വെയിൽ പോലെ ഇവിടെ നിന്നിട്ട് അവർ അത്രയും ഇതിൻ്റെ ഭാഗങ്ങളെല്ലാം പൊളിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു. അതെല്ലാം അത്ര ക്ലിയർ ആയിട്ട് അവർ ചെയ്തു. അപ്പോൾ വീടിപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ആളുകൾ ഇപ്പോൾ ചോദിക്കാൻ തുടങ്ങി, നമ്മുടെ അടുത്ത് വന്നിരുന്നു, ഇത് ആ വീട് തന്നെയാണോ ഇത് എന്നുള്ളൊരു സംശയം എല്ലാവർക്കും. പിന്നെ ചിലർ പുതിയ ആളുകൾ, അറിയാത്ത ആളുകൾ വരുന്നത് ഇത് പുതിയ വീട് കയറ്റിയതാണെന്നുള്ള ഉദ്ദേശത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ റിനോവേഷൻ ചെയ്ത വീടാണെന്നുള്ളത് ഇപ്പോൾ ആർക്കും പറയാൻ പറ്റില്ല. പണ്ട് കണ്ട ആളുകൾക്ക് മാത്രമേ ഇതിപ്പോൾ റിനോവേഷൻ വീടാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. പുതിയൊരാൾ വരികയാണെങ്കിൽ ഇതൊരിക്കലും ഒരു റിനോവേഷൻ ചെയ്ത വീടാണെന്ന് പറയാൻ കഴിയില്ല. തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഹൗസ് വാമിങ് നടത്തിയപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് വരുന്ന പ്രതീതിയാണ് എല്ലാവർക്കും ഉണ്ടായത്. അതായത് പഴയ വീടാണെന്നുള്ളത് തന്നെ ഇല്ല. പിന്നെ ഈ ഓരോ ഏരിയ ഭാഗങ്ങൾ നല്ല ക്യൂട്ടായിട്ട് ചെയ്തു തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പറയാനുള്ളത് എന്താ അറിയോ, ഞങ്ങളിവിടെ ഇത്ര പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരു വാടക വീട്ടിലേക്ക് 9 മാസം മാറി. അപ്പോൾ സാധനങ്ങൾ ഫുള്ള് ഇവിടെ ഇട്ടിട്ടാണ് പോയത്. കാരണം അത് അവിടെ ഫർണിച്ചർ അടക്കമുള്ള വീടായിരുന്നു. ഒരു സാധനം നഷ്ടപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. ആ പണിക്കാര് ഞാൻ എന്ന് ഏട്ടനോട് പറയും, മാറ്റണം, അത് മാറ്റണം, ഇത് മാറ്റണം. ഏട്ടനൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരെന്നെ അതൊക്കെ മാറ്റി ഫുള്ള് കവറിങ് ചെയ്ത് എല്ലാം റെഡിയാക്കി തന്നിരുന്നു. ഒരു സാധനം നഷ്ടപ്പെടുക ഒന്നും ചെയ്തിട്ടില്ല. അതൊരു നല്ലൊരു കാര്യമാണത് ഇവരെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുന്നത്. പിന്നെയൊക്കെ ഏട്ടൻ പറഞ്ഞത് തന്നെയാണ് ഓക്കെ, എല്ലാം നല്ലത്. വീട് സൂപ്പറായി. ഫോട്ടോസും ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും ചോദിക്കും പുതിയ വീടാണോ. പിന്നെ മോൻ്റെ കല്യാണം പുതിയ വീട്ടിൽ വെച്ചിട്ടാണ് നടന്നത്. സൗകര്യങ്ങൾ കൂടി. മറ്റേത് ഭയങ്കര ഒരു ഇട്ടാവട്ടത്തിങ്ങനെ ഒരാൾ നടക്കുമ്പോൾ മേലെ മുട്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ നല്ല ഉഷാറായി. ഭവനം സൂപ്പറാണ്. എൻജിനീയറും സൂപ്പർ, ലേബേഴ്സും സൂപ്പർ, എല്ലാവരും. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇനി ആരെങ്കിലും ഇങ്ങനെ റിനോവേഷൻ ചെയ്ത് നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇവരെ തന്നെയാണ് സജഷൻ ചെയ്യുള്ളൂ. കാരണം അത്രയും നല്ലത്. കാരണം നമ്മൾ വർക്ക് നടക്കുമ്പോൾ നമ്മളൊരു കാര്യത്തിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ അവർ ഓൺ ദി സ്പോട്ടിൽ ആളെത്തും. അതാണ് ഏറ്റവും വലിയൊരു. അതുപോലെ എങ്ങനെ വേണം, എന്ത് വേണം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേത് സാധാരണ ഒരു കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ കോൺട്രാക്ടേഴ്സ് അല്ല അവിടെ വരിക, അവരുടെ ഏതെങ്കിലും ഒരാളാണ് വരിക. അവർക്ക് അത്ര ഇതുണ്ടായിരിക്കില്ല, വർക്കിനെ പറ്റിയിട്ട് വിവരമുണ്ടായിരിക്കില്ല. പക്ഷെ ഇത് ഓൺ ദി സ്പോട്ടിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോൾ തലേന്ന് വിളിച്ചു പറഞ്ഞാൽ മതി, നാളെ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരും. അതോടുകൂടി നമ്മൾ ഇതിൻ്റെത് മാത്രമല്ല പുറകിലേക്കുള്ള വർക്ക് ഏരിയ അങ്ങനത്തതെല്ലാം ഇവരെ ഇതിലാണ് ചെയ്ത്. പിന്നെ ഇവരെ അതിൻ്റെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും നല്ല ക്വാളിഫൈഡ് ഉള്ള ആളുകളായിരുന്നു. അതുകൊണ്ടെല്ലാം നല്ല രീതിയിൽ നടന്നു. ഇത് റിനോവേഷൻ ചെയ്യാൻ ഉദ്ദേശിച്ചപ്പോൾ നമുക്ക് ഇതേമാതിരിയുള്ളൊരു, അതായത് ഇതുവരെ സ്ട്രക്ചറും ഇത്രയും വൃത്തിയായിട്ട്, അതാണ് അതിൻ്റെ കാരണം. അത്രയും പൊട്ടിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പൊടിപടലങ്ങൾ അതെല്ലാം നല്ല രീതിയിൽ മാറ്റി ഇത്രയും നല്ല രീതിയിൽ, അതായത് ഒരു പുതിയ കൺസ്ട്രക്ഷൻ ചെയ്തൊരു വീടിൻ്റെ മാതിരി ആയി കിട്ടും എന്നുള്ളത് നമുക്കൊരു അത്രയും ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് നമ്മൾ പ്രതീക്ഷകൾക്കും അപ്പുറം എന്ന് പറയാം. അതുമാതിരിയാണ് വീട് പണിത് വന്നപ്പോൾ അതിൻ്റെ മോഡൽ ഉണ്ടായത്.